എല്ലാവർക്കും നമസ്കാരം. ഇത് ശബ്ദവിഭാഗത്തിൻ്റെ 7ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഓർക്കുന്നുണ്ടോ? ശബ്ദത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എന്താണ് ശബ്ദം? ഒരർത്ഥത്തെ കുറിക്കുന്ന അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ് ശബ്ദം എന്ന് പറയുന്നത്. ഈ ശബ്ദത്തെ എത്രയായി തരംതിരിക്കുന്നു? വാചകം, ദ്യോതകം. വാചകത്തെയോ നാമം, കൃതി, ഭേദകം. ഇതുവരെ നമ്മൾ പറഞ്ഞു തീർന്നു. ഇനി ബാക്കിയുള്ളത് ദ്യോതകമാണ്. ദ്യോതകത്തെ 2ആയി തരംതിരിക്കുന്നുണ്ട്: നിപാതം, അവ്യയം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ദ്യോതകം എന്ന് നോക്കാം. ഉദാഹരണത്തിലൂടെ തുടങ്ങാം. രാമനും കൃഷ്ണനും. അയ്യോ, ഇത് കേൾക്കുമ്പം ഏത് കാലം വ്യാകരണം പഠിക്കാൻ തുടങ്ങിയ കാലത്തേ ഈ ഉദാഹരണം കേൾക്കുന്നത് എന്നല്ലേ മനസ്സ് പറയുന്നത്? എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മാറ്റി പിടിക്കാം. ജബ്ബാറും ജാഫറും. ഇവിടെ 2 പേരുകളാണ്. അവരെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് എന്നുള്ള ദ്യോതക ശബ്ദമാണ്. ആ എന്നത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഇല്ല. എന്നാൽ മറ്റൊരു ശബ്ദത്തോട് കൂടി ചേരുമ്പോൾ അതിനെന്തുണ്ടാകുന്നു? അർത്ഥമുണ്ടാകുന്നു. ജബ്ബാറും ജാഫറും കടയിൽ പോയി എന്ന് പറയുമ്പോൾ കടയിൽ പോയ ആ 2 പേരെയും ഒരുമിച്ച് നിർത്തുന്നത് അവിടെയുള്ള എന്ന ദ്യോതക ശബ്ദമാണ്. അതായത് വാച്യമായ ഒരർത്ഥത്തെയും കാണിക്കാതെ 2 വാച്യാർത്ഥങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സ്ഫുരിപ്പിക്കുക മാത്രം ചെയ്യുന്നതാണ് ഏത്? ദ്യോതകം. അതുപോലെ എത്ര ഉദാഹരണം നിങ്ങൾക്ക് പറയാൻ പറ്റും? വടികൊണ്ടടിച്ചു, അവിടെ കൊണ്ട് ദ്യോതക ശബ്ദമാകുന്നു. മഴയിൽ നിന്ന് വന്നു, അവിടെ നിന്ന് ദ്യോതകമാകുന്നു. അവിടെ മുതൽ ഇവിടെ വരെ, അവിടെ മുതൽ എന്നുള്ളത് എന്താകുന്നു? ദ്യോതക ശബ്ദമാകുന്നു. ചി, പോ, ദൂരെ. ചി എന്നുള്ളതും എന്താകുന്നു? ദ്യോതക ശബ്ദമാകുന്നു. ഈ ദ്യോതകത്തെ വീണ്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നിപാതം, മറ്റേത് അവ്യയം. ഉത്ഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിപാതം, അവ്യയം എന്ന് ദ്യോതകത്തെ 2ആയി തരംതിരിച്ചത്. അതെന്താണെന്ന് പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടില്ലേ? ജാഫറും ജബ്ബാറും കടയിൽ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ? അവിടെ ജാഫറിനെയും ജബ്ബാറിനെയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാൻ എന്ന ദ്യോതകമാണ് ഉപയോഗിക്കുന്നത്. ഇന്നോ നാളെയോ വരാം, അവിടെ എന്ന ദ്യോതക ശബ്ദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അവൻ കള്ളമേ പറയൂ, അവിടെ എന്ന ദ്യോതക ശബ്ദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ഓ, എ എന്നീ ദ്യോതക ശബ്ദങ്ങളെയാണ് നിപാതം എന്ന് പറയുന്നത്. ഇവ ഭാഷയുടെ ആരംഭത്തിൽ തന്നെ ഇങ്ങനെയാണ്. അവ്യയം എന്താണെന്ന് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാകും. രാവണൻ എന്ന രാക്ഷസൻ. ഇതിൽ ദ്യോതക ശബ്ദം ഏതാണ്? എന്ന. ഈ എന്ന ഏതിൽ നിന്നാണ് ഉണ്ടായതെന്നറിയോ? എന്നത് എന്ന വാക്ക് ലോപിച്ചിട്ടാണ് എന്ന ദ്യോതകം ഉണ്ടായത്. ഒരു ഉദാഹരണം കൂടി പറയാം. അവനെ കുറിച്ചു പറഞ്ഞു. ഇവിടെ ദ്യോതക ശബ്ദമായി വരുന്നത് കുറിച്ച് ആണ്. കുറിക്കുക എന്ന ശബ്ദം ലോപിച്ചിട്ടാണ് എന്തുണ്ടായത്? കുറിച്ച് എന്ന ദ്യോതക ശബ്ദം ഉണ്ടായത്. നിപാതവും അവ്യയവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? നിപാതം ഭാഷയുടെ ആരംഭം മുതൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ. അവ്യയം ഒരിക്കൽ അർത്ഥം ഉണ്ടായതും ഇപ്പോൾ അർത്ഥമില്ലാത്തതുമാണ്. അർത്ഥം ലോപിച്ച് ദ്യോതക ശബ്ദമായി മാറിയവയാണ്. അവൻ കള്ളമേ പറയൂ എന്ന വാചകം നിപാതത്തിന് ഉദാഹരണമാണോ അവ്യയത്തിന് ഉദാഹരണമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വാചകത്തിൽ ഓ, എ എന്നീ ശബ്ദങ്ങൾ വന്നാൽ അത് നിപാതത്തിന് ഉദാഹരണമാണ്. അതൊന്നുകൂടി ഉറപ്പിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. നമ്മൾ നമ്മുടെ അടുത്ത ഫ്രണ്ടിനെ അവിചാരിതമായി കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോഴുള്ള നമ്മുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? അത് നമ്മൾ പറയല്ലേ, ഓ നീയാ, പറയടി വിശേഷം എന്തുണ്ട് എന്ന് നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ ആദ്യത്തെ ആ ഡയലോഗിൽ കയറി പിടിക്കുക. നീയാ എന്ന് ചോദിക്കുന്ന ആ നീ നിപാതമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്നതില്ലേ, ഓ നിപാത ശബ്ദങ്ങൾ കൂടെ എന്നുള്ളതും കൂടി ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് പെട്ടെന്ന് നമുക്ക് ക്ലിക്കാകാൻ ഉപകരിക്കും. കഴിഞ്ഞില്ല, ഈ നിപാതങ്ങളിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഓ അല്ലേ നിപാത ശബ്ദങ്ങൾ. അതിൽ പറയുന്ന പേരെന്താണെന്നറിയോ? സമുച്ചയ നിപാതം. ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ ജാഫറും ജബ്ബാറും. അവൻ കള്ളമേ പറയൂ. അതിലെ എന്താണെന്നറിയോ? അവധാരണ നിപാതം. ഞാൻ ഇന്നോ നാളെയോ വരാം എന്ന് പറയുന്നതിലെ ഓയോ അതിനെ പറയുന്നത് വികൽപ്പ നിപാതം. ഇത് പഠിക്കാൻ കോടൊന്നുമില്ല കേട്ടോ, അത് ഓർക്കേണ്ടി തന്നെ വരും. അങ്ങനെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്യോതകങ്ങളെ നിപാതം, അവ്യയം എന്ന് 2ആയി തിരിച്ചത് നമ്മൾ പഠിച്ചു. ഇനി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദ്യോതകങ്ങളെ 4ആയി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഗതി, ഘടകം, വ്യാക്ഷേപകം, കേവലം. ആദ്യം ഗതി എന്താണെന്ന് നോക്കാം. നാമപദങ്ങളെ മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ദ്യോതക ശബ്ദമാണ് ഗതി. ഉദാഹരണം നോക്കാം. പറ്റി, നിന്ന്, കൊണ്ട്, വെച്ച്, മുതൽ, വരെ, കൂടെ, ഊടെ. ഇതൊക്കെയാണ് ഗതിയിൽ വരുന്ന ദ്യോതക ശബ്ദങ്ങൾ. കാട്ടിലൂടെ നടക്കുന്നു. ഇതിൽ ഊടെ ഏതിന് ഉദാഹരണമാണ്? ബ്രാക്കറ്റിൽ ഗതി, ഘടകം, വ്യാക്ഷേപകം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം എഴുതുക? അത് ഗതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഗതിയിൽ ഏതൊക്കെ ശബ്ദങ്ങളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കൃത്യമായി പഠിക്കണ്ടേ? ഞാനൊക്കെ പഠിച്ച കോഡ് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ എല്ലാം നമുക്ക് കോഡാക്കിയിട്ട് പഠിക്കാനൊന്നും പറ്റില്ല. എന്നാലും കുറച്ച് ഏകദേശം ഇങ്ങനെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും.
നിന്നെ പറ്റി നിന്നതുകൊണ്ട് ഗതിയുണ്ടായി. ഈ ഡയലോഗാണ് ഞാൻ ഓർക്കാറ്. അപ്പോൾ അതിൽ ഏതൊക്കെ ദ്യോതക ശബ്ദം വന്നു എന്നറിയോ? പറ്റി, നിന്ന്, കൊണ്ട്. ഒന്നുകൂടെ പറയാം. നിന്നെ പറ്റി നിന്നതുകൊണ്ട് ഗതിയുണ്ടായി. ഇനി അടുത്തത് പറഞ്ഞുതരാം. ഗതി കാട്ടിലൂടെ പോകുന്നു. അപ്പോൾ ഗതിക്ക് ഉദാഹരണമാണ് ഊടെ. ഇനി ഒരു ഡയലോഗും കൂടിയുണ്ട്. എന്താണെന്നറിയോ? നിന്നെ വെച്ചത് മുതൽ വരെ ഗതി കൂടെയില്ല. അതിലുള്ള ദ്യോതക ശബ്ദം ഏതാണെന്ന് വെച്ചാൽ വെച്ച്, മുതൽ, വരെ. ഗതി കൂടെ ഇല്ല എന്നുള്ളത് അത് ഗതിക്ക് ഉദാഹരണമാണ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എല്ലാവർക്കും ഇങ്ങനെ കോടാക്കി പറയാൻ പറ്റണമെന്നില്ല. പറ്റുന്നവർ മാത്രം ശ്രമിക്കുക, ബാക്കിയുള്ളവർ ഓർക്കുക എന്തൊക്കെയാണ് ഗതിയിൽ വരുന്നത് എന്ന്. പറ്റി, നിന്ന്, കൊണ്ട്, വെച്ച്, മുതൽ, വരെ, ഊടെ ഇത്യാദി ശബ്ദങ്ങളൊക്കെയാണ് ഏതിൽ വരുന്നത്? ഗതിയിൽ വരുന്നത്. അടുത്തത് ഘടകം. രണ്ട് വാക്യാർത്ഥങ്ങളെ തമ്മിൽ ഘടിപ്പിക്കുന്നതാണ് ഘടകം. അതിലേതാ വരുന്നതെന്നറിയോ? ഓ, എങ്കിലും, എന്ന് ഇത്യാദി ശബ്ദങ്ങളൊക്കെയാണ് വരുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ഊണും ഉറക്കവും ഇല്ല. അവനോ അവളോ പരാതി പറഞ്ഞില്ല. വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത് വ്യാക്ഷേപകത്തിലേക്ക് പോകാം. വ്യാക്ഷേപകം നമുക്ക് വീണഭൂവി എന്ന കൃതിയെപ്പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് വ്യാക്ഷേപകം ഓർമ്മ വരും. ഹാ പുഷ്പമേ. അവിടെ ഹാ എന്നുള്ളത് കവിതകളിലൊക്കെ ഉപയോഗിക്കുന്ന വ്യാക്ഷേപക ശബ്ദത്തിന് ഉദാഹരണമാണ്. അതുപോലെ അയ്യയ്യോ, കഷ്ടം, ശിവശിവ, ചി എന്നൊക്കെ പറയുന്നത് വ്യാക്ഷേപ ശബ്ദത്തിന് ഉദാഹരണമാണ്. അതായത് ഒരാളിൻ്റെ മനോവികാരത്തെ പ്രകടിപ്പിക്കുന്ന ശബ്ദമാണ്. ഇനി ബാക്കിയുള്ളത് കേവലം. ഗതി, ഘടകം, വ്യാക്ഷേപകം ഇവയിലൊന്നും പെടാത്തതാണ് കേവലം. അതായത് നമ്മളൊരു ചോദ്യത്തിൻ്റെ അവസാനം അവൾക്കോ അവനോ വന്നുവോ എന്ന് ചോദ്യത്തിൻ്റെ അവസാനം ചോദിക്കുന്ന ആ ഒരു ഓ ശബ്ദം ഏതിൽ വരുന്നതാണ്? കേവലത്തിൽ വരുന്നതാണ്. മകൻ വന്നു പോയോ, ആ പോയോ എന്ന് ചോദിക്കുന്ന ഓ ശബ്ദമില്ലേ? അല്ലാതെ നമ്മൾ വികല്പ നിവാദമായി പറഞ്ഞ ജാഫറോ ജബ്ബാറോ എന്ന് ചോദിക്കുന്നതിലെ ഓ അല്ലാട്ടോ, ഇത് ചോദ്യാവസാനത്തിലെ ഓ ആണ്. ഭഗവാൻ തന്നെ ശരണം എന്ന് പറയുന്നതിൽ തന്നെ എന്ന ദ്യോതക ശബ്ദവും കേവലത്തിന് ഉദാഹരണമാണ്. അങ്ങനെ ദ്യോതകം എന്ന ഭാഗവും ഇവിടെ അവസാനിക്കുകയാണ്. ഇതോടുകൂടി 7 ക്ലാസ്സുകളിലായി നമ്മൾ ശബ്ദവിഭാഗവും അതിൻ്റെ ഉൾപ്പിരിവുകളും പറഞ്ഞു കഴിഞ്ഞു. ഓരോ വിഭാഗവും അതിൻ്റെ ഉൾപ്പിരിവുകളും ആ ഉൾപ്പിരിവുകളിൽ വരുന്ന ശബ്ദങ്ങളും ഒക്കെ ഇങ്ങനെ ചാർട്ടാക്കിയിട്ട് വെച്ച് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇത് ആവർത്തിച്ച് നോക്കുകയും കൂടി വേണം. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും പരീക്ഷയിൽ വിജയം ഉണ്ടാകട്ടെ. നന്ദി.